Hi, hello, my dear students. This is the part 5 video of our chapter 4 Wealth and the World. പ്രിയപ്പെട്ട കുട്ടികളെ, വെൽത്ത് ആൻഡ് ദ വേൾഡ് എന്നുള്ള നമ്മുടെ ചാപ്റ്റർ 4ൻ്റെ പാർട്ട് 5 വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സാണ്. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ പാർട്ട് 1 തൊട്ട് 4 വരെയുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. എവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു വച്ചിരുന്നത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്, അവിടെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് പാർട്ട് 4 വീഡിയോയിൽ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ഇമ്പീരിയലിസമാണ് അല്ലേ? ഇമ്പീരിയലിസം നമ്മൾ പറഞ്ഞു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്താണ്? 18th സെഞ്ച്വറിയിൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച ഒരു ഫാക്ടറി സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്കറിയാം. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, ഫാക്ടറീസ്, ദെൻ എൻട്രപ്രനേഴ്സ്, ഓണേഴ്സ്, വർക്കേഴ്സ്, ദാറ്റ് ഡിഫറൻസ് ഇൻ ദ സൊസൈറ്റി, ദെൻ പ്രോഫിറ്റ് ആർക്കുള്ളതാണ്? അത് ഫാക്ടറി ഓണർക്കുള്ളതാണ് അല്ലേ? എൻട്രപ്രനർക്കുള്ളതാണ്. ആൻഡ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സിൽ നമ്മൾ പറഞ്ഞു, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ചെയ്തു, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. അങ്ങനെയുള്ള ഒരുപാട് മെറിറ്റ്സ് ഉള്ളതുപോലെ തന്നെ there were so many demerits. ധാരാളം ഡീമെറിറ്റ്സ് ഉണ്ടായിരുന്നു ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്. എന്തൊക്കെയാണ്? ഫോർമേഷൻ ഓഫ് സ്ലംസ് ആൻഡ് ദ കണ്ടീഷൻസ് ഓഫ് ദിസ് വർക്കേഴ്സ്, ഇറ്റ് വാസ് വെരി പതറ്റിക്, പോവേർട്ടി, അങ്ങനെയുള്ള കുറേ ഡീമെറിറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഡീമെറിറ്റ്സിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന ഡീമെറിറ്റ്സ് ഈ പോവർട്ടി ഒക്കെയാണ്, സ്ലംസ് ഒക്കെയാണ്. നമ്മൾ സെൻറ്റ് ഗിൽസ് എന്ന് പറയുന്ന ആ ഒരു സ്ലമ്മിൻ്റെ ഒരു കാർട്ടൂണൊക്കെ കണ്ടതാണ് അല്ലേ? അപ്പോൾ ഈ പറയുന്ന ഡീമെറിറ്റ്സ് എന്തിലേക്ക് കൊണ്ടുപോകുന്നു? ബിക്കോസ് ഓഫ് ദിസ് ഡീമെറിറ്റ്സ് ദർ എമർജ് ന്യൂ ഐഡിയോളജീസ്. ആ ന്യൂ ഐഡിയോളജീസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് കാൾ മാർക്സാണ്. നിങ്ങളുടെ പേജ് നമ്പർ 77 ഒന്ന് എടുത്ത് നോക്കണം. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ എടുത്തിടാൻ ഞാൻ വിട്ടുപോയി. അവിടെ കാൾ മാർക്സിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. കാൾ മാർക്സ് ആൻഡ് ഫെഡറിക് എംഗൽസ്, ഇവർ രണ്ട് ജർമ്മൻകാരായിരുന്നു. കാൾ മാർക്സ്, അദ്ദേഹം ഒരു ജർമ്മനാണ്. അദ്ദേഹം ഒരു ന്യൂ ഐഡിയോളജി മുന്നോട്ട് വെച്ചു. ആ ഐഡിയോളജി വരാനുള്ള കാരണം ഈ ഡീമെറിറ്റ്സ് ആണ്. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായി ഉണ്ടായ ഡീമെറിറ്റ്സ്, അതായത് ലോങ് അവേഴ്സ് ഓഫ് വർക്ക്, ലോ വേജസ്, ദെൻ പോവർട്ടി, ദെൻ പൊല്യൂഷൻ, ദ ഫോർമേഷൻ ഓഫ് സ്ലംസ്. all these are the reasons for the emergence of a new ideology. ആ ഐഡിയോളജിയുടെ പേരാണ് സോഷ്യലിസം ഓർ കമ്മ്യൂണിസം. സോഷ്യലിസം ഓർ കമ്മ്യൂണിസം ബോത്ത് ആർ ദ സെയിം. അപ്പോൾ ഇക്വാളിറ്റിയെ പറ്റി അല്ലെങ്കിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റി ജനങ്ങളോട് അല്ലെങ്കിൽ ലോകത്തോട് ആദ്യമായിട്ട് സംസാരിച്ചത് കാൾ മാർക്സാണ്. അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി ആയിരുന്നു ഈ സോഷ്യലിസം. അപ്പോൾ കാൾ മാർക്സിൻ്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പിക്ചർ തന്നിരിക്കുന്നത് തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അദ്ദേഹത്തെ പറ്റി ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ്. ഈ പിക്ചർ നമ്മുടെ ടെക്സ്റ്റിനകത്ത് പിക്ചർ കൊടുത്തിരിക്കുന്ന വെറുതെയല്ല, ആ പിക്ചർ എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകേണ്ട കാര്യം ആ ഒരു സബ്ജക്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ്. അപ്പോൾ കാൾ മാർക്സിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയായ സോഷ്യലിസത്തെ പറ്റിയും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് വരാം. The ideologies that emerge as the response to the ill effect of industrial revolution. Ill effect means bad effect, demerits of industrial revolution. It was socialism. ഇനി സോഷ്യലിസത്തെ പറ്റി ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. The core principle of socialist ideology were the equitable distribution of goods and resources and the common ownership of means of production. അപ്പോൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്. ലാൻഡ് ദെൻ ക്യാപിറ്റൽ, ഇങ്ങനെയുള്ള മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഇത് കോമൺലി ഓണർഷിപ്പ് വേണം. കോമൺ ആയിട്ട് അതിൻ്റെ ഓണർഷിപ്പ് ഒരു മാനേജർക്ക് അല്ലെങ്കിൽ ഒരു എൻട്രപ്രണർക്ക് മാത്രമാകാതെ അല്ലെങ്കിൽ ഓണർക്ക് മാത്രമാകാതെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതിൻ്റെ ഓണർഷിപ്പ് എല്ലാവർക്കും കൊടുക്കണം. അതുപോലെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് റിസോഴ്സസ്. പ്രോഫിറ്റ് മാനേജർ മാത്രം
കൈവശം വെക്കാതെ പ്രോഫിറ്റും ഈക്വലായിട്ട് വർക്കേഴ്സിനോട് ഡിവൈഡ് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള ബോണസ് പോലുള്ള പരിപാടികളൊക്കെ ഈ സോഷ്യലിസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ബോണസ് എന്താണ് ഈ ബോണസ്? അവർക്കുണ്ടായ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ അത് അവിടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സിനോട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് പറയുക ബോണസ്, അല്ലേ? അപ്പോൾ അങ്ങനെ ബോണസ് ഒക്കെ കൊടുക്കണം, അവർക്കൂടി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് റിസോഴ്സസ് വേണം എന്നൊക്കെ പറയുന്ന ഒരു ഐഡിയോളജിയാണ് സോഷ്യലിസ്റ്റ് ഐഡിയോളജി. ഓക്കെ, അപ്പോൾ ആ സോഷ്യലിസ്റ്റ് ഐഡിയോളജിക്ക് രണ്ട് പ്രത്യേകതയാണ് ഉള്ളത്. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് റിസോഴ്സസ്, ഈക്വൽ distribution of goods and resources, and the second principle was common ownership of means of production. Then who propagated the idea? Karl Marx and Friedrich Engels. കാൾ മാർക്സും ഫെഡറിക് എംഗൽസും കൂടി ചേർന്ന് രൂപം കൊടുത്ത ഒരു സയൻറ്റിഫിക് ഐഡിയോളജിയാണ് ദിസ് സോഷ്യലിസം. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായി ഉണ്ടായ ഇൽ എഫക്ട്സ് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് ആണ് ഇങ്ങനെ ഒരു ന്യൂ ഐഡിയോളജി എമർജ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ സോഷ്യലിസമാണ് ആ ന്യൂ ഐഡിയോളജി. സോഷ്യലിസത്തിന് പ്രധാനമായും രണ്ട് പ്രിൻസിപ്പിൾസ് ആണുള്ളത്. കാൾ മാർക്സും ഫെഡറിക് എംഗൽസുമാണ് അതിൻ്റെ ഫൗണ്ടേഴ്സ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഇമ്പീരിയലിസം? ഹൗ ഇമ്പീരിയലിസം ഹാസ് ട്രാൻസ്ഫോം ടു ദ എക്കണോമിക് പോളിസീസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. മെർച്ചൻ്റ് ക്യാപിറ്റലിസവും ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസവും. ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസമാണ് ഇമ്പീരിയലിസമായി മാറുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ബിറ്റ് ബൈ ബിറ്റ് ഓരോന്നല്ല. നമ്മുടെ ഈ ചാപ്റ്റർ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പല ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സിനെയും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കണം, മുമ്പ് നമ്മൾ പഠിച്ച കാര്യത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് നമ്മൾ പിന്നീട് വരുന്നത്. അപ്പോൾ ഈ ഇമ്പീരിയലിസം എന്ന് പറയുന്നത് എന്തിൻ്റെ കണ്ടിന്യൂവേഷനാണ്? ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇമ്പീരിയലിസം. ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിൽ എന്താണ് മാറ്റം വന്നത്? മെർക്കൻ്റ് ക്യാപിറ്റലിസത്തിനകത്ത് ഒരു സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷനും കോട്ടേജ് പ്രൊഡക്ഷനും ആയിരുന്നെങ്കിൽ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിൽ ഒരു ഫാക്ടറി സിസ്റ്റത്തിലേക്ക് അവർ വരികയാണ്, ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിലേക്ക് വരികയാണ്. ഈ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനാണ് അല്ലെ ഫാക്ടറി സിസ്റ്റമാണ് ഇമ്പീരിയലിസത്തിലേക്ക് മാറുന്നത്. അപ്പം ഗ്രാജുവലി എന്ത് സംഭവിക്കുകയാണ്? ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുക ഗ്രാജുവലി. വാട്ട് ഈസ് ഇമ്പീരിയലിസം? ഇമ്പീരിയലിസം ഈസ് ദ പ്രാക്ടീസ് ബൈ വിച്ച് എ കൺട്രി എസ്റ്റാബ്ലിഷസ് ആൻഡ് മെയിൻറ്റെയിൻ പൊളിറ്റിക്കൽ, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൺട്രോൾ ഓവർ റീജിയൻസ് ബിയോണ്ട് ഇറ്റ്സ് ഓൺ ബോർഡേഴ്സ്. സോ ഇമ്പീരിയലിസത്തിൽ വെറുതെ കുറച്ച് പ്രൊഡക്ഷൻ എന്നുള്ളതല്ല, ഈ പ്രൊഡക്ഷൻ നടക്കാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളിൽ പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ അവരെ കോളനിയാക്കുക. വെറുതെ പോയി സാധനം വിൽക്കുന്നു, അവിടുന്ന് റിസോഴ്സ് വാങ്ങുന്നു എന്നുള്ള ഒരു ട്രേഡ് പർപ്പസിൽ നിന്നും ഈ യൂറോപ്യൻ രാജ്യങ്ങൾ കുറച്ചുകൂടി മാറി. അവരെന്തായി? ദേ എസ്റ്റാബ്ലിഷസ് ആൻഡ് മെയിൻറ്റെയിൻ പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ കൺട്രോൾ. അവിടുത്തെ രാജാക്കന്മാരെ കീഴ്പ്പെടുത്താൻ തുടങ്ങി, അവിടെ ഇക്കണോമിക് കൺട്രോൾ, അവരവിടെ ലോസ് കൊണ്ടുവരാൻ തുടങ്ങി, സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ മറ്റൊരു രാജ്യത്ത് അവരുടെ ബോർഡറിനും അപ്പുറത്തുള്ളിടത്ത്, കണ്ടോ, ബിയോണ്ട് ഇറ്റ്സ് ഓൺ ബോർഡേഴ്സ്. ഒരു രാജ്യത്തിന് അതോറിറ്റി ഉള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ, ആ രാജ്യത്തിൻ്റെ ബോർഡറിനുള്ളിലേ ഉള്ളൂ, അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യ എടുത്തേ, ഇന്ത്യയുടെ ബോർഡർ നമുക്കറിയാം, ഇന്ത്യയുടെ ബോർഡർ ഏതാണെന്ന്. ആ ബോർഡറിനകത്ത് നമ്മുടെ പാർലമെൻറ്റിന് അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് എല്ലാ അധികാരങ്ങളും ഉണ്ട്. എന്നാൽ നമ്മുടെ ബോർഡറിന് അപ്പുറത്തുള്ള നേപ്പാളിൽ അധികാരമുണ്ടോ? ഇല്ല. പാകിസ്ഥാനിൽ നമുക്ക് അധികാരമുണ്ടോ? ഇല്ല. കാരണം അവരൊക്കെ നമ്മുടെ ബിയോണ്ട് ദ ബോർഡറാണ്. എന്നാൽ അന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അവരേത് കോണ്ടിനെൻറ്റിൽ കിടക്കുന്നു? യൂറോപ്പിൽ കിടക്കുന്നു. പക്ഷേ അവരെ പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരുന്നത് ഏത് കോണ്ടിനെൻറ്റിലാണ്? അവരിൽ നിന്നും ഫാർ ഫാർ എവേ കിടക്കുന്ന ഏഷ്യയിലാണ്, അല്ലെ ആഫ്രിക്കയിലാണ്, അല്ലെ അമേരിക്കയിലാണ്. അപ്പോൾ ഫാർ ഫാർ എവേ കിടക്കുന്ന രാജ്യങ്ങളിൽ അവരുടെ ബോർഡേഴ്സിനും ബിയോണ്ട് ആയിട്ടുള്ളിടത്ത് അവരെന്ത് കൊണ്ടിരുന്നു? ദേ എസ്റ്റാബ്ലിഷസ് പൊളിറ്റിക്കൽ, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൺട്രോൾ. ദിസ് ഈസ് ഇമ്പീരിയലിസം. അതിനെയാണ് ഇമ്പീരിയലിസം എന്ന് പറയുക. ഇതിൻ്റെ മലയാളം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? സാമ്രാജ്യത്വം എന്നാണ് അതിൻ്റെ അർത്ഥം, സാമ്രാജ്യത്വം. സോ ഇമ്പീരിയലിസം ഇസ് ദ പ്രാക്ടീസ് ബൈ വിച്ച് എ കൺട്രി എസ്റ്റാബ്ലിഷസ് ആൻഡ് മെയിൻറ്റെയിൻ പൊളിറ്റിക്കൽ, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൺട്രോൾ over regions beyond its own borders. That means in other countries.
ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസ്റ്റ് sought maximum profit by increasing production while minimizing wages. ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിൽ എന്താണ് സംഭവിച്ചത്? ദേ sought maximum profit. എങ്ങനെ? while minimizing wages. വർക്കേഴ്സിന് മിനിമം വേജ് കൊടുത്തോണ്ട് അവർ മാക്സിമം പ്രോഫിറ്റ് എടുത്തു. അതായിരുന്നു ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം, ദാറ്റ് ഫാക്ടറി സിസ്റ്റം. ദേ സീക്ക് മാർക്കറ്റ് എബ്രോഡ് ബിക്കോസ് it was harder to sell goods domestically. So it is harder to sell goods domestically. Why? Because the large production. Because they produce large quantities of goods. So it is impossible to sell all these products domestically. എന്താ അതിൻ്റെ അർത്ഥം? എവിടെയാണോ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ആ പ്രൊഡക്ഷൻ വളരെ ലാർജ് ആയിരുന്നു. അതുകൊണ്ട് അവിടെ തന്നെ ആ പ്രൊഡക്ഷൻ നടത്തുന്ന രാജ്യത്ത് തന്നെ ഡൊമസ്റ്റിക് ആയിട്ട്, ഡൊമസ്റ്റിക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഫോറിൻ അല്ലെന്ന് അതിൻ്റെ അർത്ഥം, പുറത്തല്ല, അകത്ത്. ഡൊമസ്റ്റിക്കലി അത് സെല്ല് ചെയ്യുക ഇമ്പോസിബിൾ ആയിരുന്നു, കാരണം അത്രമാത്രം പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. സോ വാട്ട് ഹാപ്പൻ? ദേ സീക്ക് മാർക്കറ്റ് എബ്രോഡ്. അതുകൊണ്ട് എബ്രോഡ് മാർക്കറ്റ് വേണമെന്ന് അവർ തീരുമാനിച്ചു. ദിസ് ഇൻഡസ്ട്രിയൽ കൺട്രീസ്. കോളനീസ് ബിക്കം ബോത്ത് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് എ മാർക്കറ്റ് ഫോർ മാനുഫാക്ചർഡ് ഗുഡ്സ്. So these imperialist countries or these European countries, they made their colonies both a source of raw material for collecting raw materials and selling manufactured goods. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ കോളനികളെ, അതായത് ഏഷ്യയിലുള്ള കോളനികളെ, ഇന്ത്യ പോലുള്ള കോളനികളെ, ആഫ്രിക്കയിലുള്ള കോളനികളെ, അമേരിക്കയിലുള്ള കോളനികളെ, അത് നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും ഒക്കെ അവർക്ക് കോളനികളുണ്ടായിരുന്നു. ഈ കോളനികളെ അവർ രണ്ട് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. റോ മെറ്റീരിയൽ കളക്ട് ചെയ്യാനും, അവർക്ക് വേണ്ട റോ മെറ്റീരിയൽ അത് കളക്ട് ചെയ്യാനും, അവരുടെ മാനുഫാക്ചേർഡ് ഗുഡ്സ് സെല്ല് ചെയ്യാനും. അങ്ങനെ അവർ കോളനികളെ മാറ്റി. ഇതൊക്കെ ഇമ്പീരിയലിസത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെയും ചേർന്നതാണ്. ഈ കോളനികളാക്കുക, കോളനിയിൽ പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരിക, അവിടെ മാർക്കറ്റ് കണ്ടെത്തുക, അവിടുന്ന് റിസോഴ്സസ്, റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക. ഇതെല്ലാം ഇമ്പീരിയലിസത്തിൻ്റെ ഭാഗമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്. ടു സെക്യൂർ ദിസ് അറേഞ്ച്മെൻറ്റ് യൂറോപ്യൻ കൺട്രീസ് എസ്റ്റാബ്ലിഷ് പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇക്കണോമിക് കൺട്രോൾ ഓവർ അതർ കോളനീസ്. സോ ദേ അറേഞ്ച് all these things because they want raw materials, they want markets for selling their products. So they establish political, social, economic control over other nations, their colonies. This is imperialism. അപ്പോൾ ഇതാണ് ഇമ്പീരിയലിസം, സാമ്രാജ്യത്വം. അതായത് വേറൊരു രാജ്യം, യൂറോപ്പ് പോലുള്ളടത്തുനിന്ന് വരുന്ന ഒരു രാജ്യം, അവർക്ക് യാതൊരു ടച്ചും ഇല്ലാത്ത വേറൊരു കോണ്ടിനെൻറ്റിൽ കിടക്കുന്ന രാജ്യങ്ങളെ എന്തു ചെയ്തു? പിടിച്ചടക്കി. അവരെ പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ കൺട്രോളിൽ കൊണ്ടുവന്നു. എന്നിട്ട് അവിടുന്ന് റോ മെറ്റീരിയൽ കളക്ട് ചെയ്തു, ഫൈനൽ പ്രോഡക്റ്റ് കൊണ്ടുപോയി വിറ്റു. അവരെ അടിച്ചമർത്തി. അവിടെ മിലിറ്ററിയെ കൊണ്ടുപോയി അവിടെ ലോ ആൻഡ് ഓർഡർ കൊണ്ടുവന്നു. അപ്പോൾ അവരെ ഭയപ്പെടുത്തി, ഇവരെല്ലാം കൈവശപ്പെടുത്തി. അതാണ് ഇമ്പീരിയലിസം. ഓക്കെ, ഇനി നമ്മൾ ഈ ഇമ്പീരിയലിസം നമ്മൾ എങ്ങോട്ട് പോവുകയാണെന്നോ? നമ്മൾ വെറുതെ അല്ലേ ഇമ്പീരിയലിസം നിങ്ങളെ പഠിപ്പിച്ചത്. ഇമ്പീരിയലിസം അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ, അതങ്ങോട്ട് വലുതായി കഴിഞ്ഞപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടായി. എന്താണ്? ഈ കോളനി ആക്കുന്നത് വളരെ ലാഭകരമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇംഗ്ലണ്ട് കുറേ കോളനി ഉണ്ടാക്കി, സ്പെയിൻ ഉണ്ടാക്കി, നെതർലാൻഡ് ഉണ്ടാക്കി, ഫ്രാൻസ് ഉണ്ടാക്കി. അങ്ങനെ ഓരോ യൂറോപ്യൻ രാജ്യവും ആഫ്രിക്കയിലും ഏഷ്യയിലും അതുപോലെ അമേരിക്കയിലും ഒക്കെ ഭ്രാന്ത് പിടിച്ച് നടന്ന് വളരെ അത്യാഗ്രഹപൂർവ്വം കോളനികൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ കോളനി കിട്ടിയവരോടെ കുറച്ച് കോളനി കിട്ടിയവർക്ക് എന്ത് തോന്നും? അസൂയ തോന്നും, അല്ലേ? അസൂയ തോന്നും. അവർ തമ്മിൽ അടിക്കാൻ തുടങ്ങി, അവർ തമ്മിൽ കോമ്പറ്റീഷൻ തുടങ്ങി. ഓക്കെ, അപ്പം നമ്മൾ ആ കോൺഫ്ലിക്റ്റിലേക്ക് വരികയാണ്. ദ യൂറോപ്യൻ നേഷൻസ് ദേ കമ്പീറ്റ് വിത്ത് ഈച്ച് അതർ, ദേ മെയ്ഡ് കോമ്പറ്റീഷൻ വിത്ത് ഈച്ച് അതർ ഫോർ സെക്യൂറിങ് കോളനീസ്. അപ്പോൾ കോളനികൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്തു? ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോമ്പറ്റീഷൻ, അവർ തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ്. ഈ കോൺഫ്ലിക്റ്റും കോമ്പറ്റീഷനും അവസാനം നമ്മൾ ചെന്ന് നിൽക്കുന്ന എവിടെയാണെന്നോ? വേൾഡ് വാറിലാണ്. അപ്പം നമ്മുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ. നമ്മൾ വേൾഡ് വാറിലേക്ക് പോവുക. ഓക്കെ, ഇൻ ദ 20th century there was a new conflict between the new and old imperial powers. Give reasons. അപ്പോൾ ഇവിടെ രണ്ട് വർക്കുകൾ നിങ്ങൾ കണ്ടു, ന്യൂ ഇമ്പീരിയൽ പവേഴ്സും ഓൾഡ് ഇമ്പീരിയൽ പവേഴ്സും.
അതായത് ആദ്യമാദ്യം ഓടി നടന്ന് കോളനി ഉണ്ടാക്കിയവരെയാണ് നമ്മൾ എന്ത് പറയുക, ഓൾഡ് ഇമ്പീരിയൽ പവേഴ്സ്. അത് ഏതൊക്കെ രാജ്യമാണെന്ന് നമുക്ക് നോക്കാം. അത് 2 രാജ്യങ്ങളേ ഉള്ളൂ കേട്ടോ. അവരാദ്യം പോയി കോളനി ഉണ്ടാക്കിയത്. അവർ കോളനി ഉണ്ടാക്കിയ കണ്ട് അസൂയപ്പെട്ടിട്ട് വേറെ കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ പുറകെ പോയി കോളനി ഉണ്ടാക്കി. അവരെ നമുക്ക് എന്ത് പേര് വിളിക്കാം, ന്യൂ ഇമ്പീരിയൽ പവേഴ്സ്. അപ്പോൾ ഇൻ ദ 20th century there was a new conflict. കോൺഫ്ലിക്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്, ആ വഴക്ക് അല്ലെങ്കിൽ മത്സരം. A new conflict between new imperial powers and old imperial powers. Give reason. The old imperial powers were England and France. അതായത് ഇംഗ്ലണ്ടും ഫ്രാൻസുമാണ് ആഫ്രിക്കയിലും ഏഷ്യയിലും ഒക്കെ ആദ്യം കോളനി ഉണ്ടാക്കിയവർ. അതുകൊണ്ട് അവരെ നമുക്ക് എന്ത് പറയാം, പഴയതെന്ന് പറയാം. ഓൾഡ് ഇമ്പീരിയൽ പവേഴ്സ്, ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ്. ഇനി ഇവരെ കണ്ട് ഓടിപ്പോയവരാരൊക്കെയാണ്, ദിസ് ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ് ദേ കൺട്രോൾഡ് എ മേജർ പോർഷൻ ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ ഒരു മേജർ പോർഷൻ അങ്ങനെ ആരുടെ കയ്യിലായി, ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും കയ്യിലായി. അതിൻ്റെ അർത്ഥം അവർക്ക് ധാരാളം, ദേ ഹാഡ് എ ലോട്ട് ഓഫ് കോളനീസ്. ദേ കൺട്രോൾഡ് എ മേജർ പോർഷൻ ഓഫ് ദ വേൾഡ്. സൂൺ ജർമ്മനി, ഇറ്റലി, ബെൽജിയം, USA, ജപ്പാൻ എമർജ് ആസ് ന്യൂ ഇമ്പീരിയൽ പവേഴ്സ്. അപ്പോൾ പിന്നാലെ ചെന്ന് ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും ഈ പോക്ക് കണ്ട് പിന്നാലെ പോയി കോളനികൾ ഉണ്ടാക്കിയ ആ ന്യൂ ഇമ്പീരിയൽ പവേഴ്സാണ് ജർമ്മനി, ഇറ്റലി, ബെൽജിയം, USA, ജപ്പാൻ. They were emerged as new imperial nations. The new imperial powers made attempt to expand their colonies in various parts of the world. So this new imperial powers, especially Germany, Italy, Belgium, etc., they attempted to expand their colonies in various parts of the world. അപ്പോൾ ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും അത് ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. അവർ ഈ വേൾഡിൻ്റെ മേജർ പോർഷനൊക്കെ കൈവശപ്പെടുത്തി അങ്ങനെ കാശൊക്കെ ഉണ്ടാക്കി അത് ഇംഗ്ലണ്ടിലേക്കും ഫ്രാൻസിലേക്കും ഒക്കെ കൊണ്ടുപോയി സൂചിച്ച് കഴിയുന്ന സമയത്താണ് ഈ പുതിയ കുറച്ച് പാർട്ടികളുടെ വരവ്. അപ്പോൾ എന്ത് സംഭവിച്ചു, പുതിയ പാർട്ടികൾ വന്ന് കോളനി ഉണ്ടാക്കാൻ തുടങ്ങി. ദിസ് ലെഡ് ടു ദ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദ ന്യൂ ആൻഡ് ഓൾഡ് ഇമ്പീരിയൽ നേഷൻസ്. So this is the reason for the competition between new and old imperial nations. This competition and conflict led to വേൾഡ് വാർ. മനസ്സിലായോ? അവരുടെ കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റും അങ്ങോട്ട് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു വേൾഡ് വാറായിട്ട് മാറി. അപ്പോൾ നമുക്ക് വേൾഡ് വാറിലേക്ക് പോകണം. നമുക്ക് ഈ ഒരു ഇക്കണോമിസ്റ്റിനെ അല്ലെ ഒരു ഹിസ്റ്റോറിയനെ നമുക്കൊന്ന് കാണാം. നോട്ട് എക്കണോമിസ്റ്റ്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ തരാനുള്ള കാരണം എന്താണെന്നോ, നമ്മളെ ഫസ്റ്റ് വേൾഡ് വാർ നമ്മൾ പഠിക്കാൻ പോവുകയാണേ. അപ്പം ഫസ്റ്റ് വേൾഡ് വാറിന് അതിനു മുമ്പായിട്ട് നമുക്കൊരു ചെറിയ പോർഷൻ തന്നിട്ടുണ്ട്, ഒരു ചെറിയ ഒരു കോളം തന്നിട്ടുണ്ട്. ആ കോളത്തിനകത്ത് ഒരു സന്ദർശനത്തെ പറ്റിയാണ് പറയുന്നത്. ഫ്രാൻസിൻ്റെ പ്രസിഡൻറ്റ് ഒരു സന്ദർശനം നടക്കാൻ പോകുന്നു. ബാൾക്കൺ രാജ്യങ്ങളായ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനമെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, ബോസ്നിയൻ ക്രൈസിസിലെ ഇടപെട്ടുകൊണ്ട് ഫ്രാൻസിൻ്റെ രാജാവ് ഒരു സന്ദർശനത്തിന് അവിടെ പോവുകയും അദ്ദേഹം അവിടെ നടത്തുന്ന ചില സംഭവങ്ങളൊക്കെയാണ് അതുമായിട്ട് അദ്ദേഹത്തിൻ്റെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സംഭവങ്ങളാണ്. ഈ സംഭവങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്നോ, ഇത് നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് റീസണായ ഒരു പ്രിൻസസിൻ്റെ ഒരു ക്രൗൺ പ്രിൻസിൻ്റെ അസാസിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിൽ അസാസിനേഷൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്രൗൺ പ്രിൻസ് കൊല്ലപ്പെടുകയും അത് വലിയൊരു ക്ലാഷിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ഫ്രാൻസിലെ രാജാവ് അവിടെ സന്ദർശിക്കാൻ പോകുന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ചെറിയൊരു ഭാഗം. അത് ആരുടെ പുസ്തകത്തിൽ നിന്നുള്ളതാണെന്നോ, എറിക് ഹോബ്സ് ബൗൺ എന്ന് പറയുന്ന നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്ന ഇദ്ദേഹത്തിൻ്റെ എറിക് ഹോബ്സ്ബാൻ, അദ്ദേഹം വലിയൊരു ഹിസ്റ്റോറിയനാണ്. ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ധാരാളം ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് എറിക് ഹോബ്സ്ബാൻ. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ നിന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. This extract describe the journey of the French president to Sarajevo as recounted by the renowned historian Eric Hobsbawm. He reminds the reader of the assassination that triggered the First World War. അപ്പോൾ ഇദ്ദേഹം ആ ഒരു അസാസിനേഷൻ,
ക്രൗൺ പ്രിൻസിൻ്റെ കൊലപാതകം എങ്ങനെ ഒരു ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് കൊണ്ടുപോയി എന്ന് അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഫസ്റ്റ് വേൾഡ് വാർ നടന്നത് 1914 തൊട്ട് 1918 വരെ 4 ഇയേഴ്സ് ആയിരുന്നു. ഫസ്റ്റ് വേൾഡ് വാർ 1914 സ്റ്റാർട്ട് ചെയ്യുകയും 1918 അത് എൻഡ് ആവുകയും ചെയ്തു. അങ്ങനെ 4 വർഷത്തോളം ലോകം കണ്ട ഒരു വലിയ ഒരു വാറായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ. അപ്പോൾ അതിനെ സംബന്ധിച്ചും ഈ ഒരു അസാസിനേഷനെ സംബന്ധിച്ചും നമ്മുടെ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിയൻ എറിക് ഹോസ് ബ്രൗൺ പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന പോർഷൻ. നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോണേ. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അദ്ദേഹത്തിൻ്റെ പിക്ചർ തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ വൺ വേർഡ് ചോദിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഓക്കെ. The war that lasted from 1914 to 1918 is known as World War. Why? It was the first global war in which nearly every country participated either directly or indirectly. Why this 1914 to 1918 war known as World War? World War. Because in this war nearly every countries in the world participated either directly or indirectly. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്തതുകൊണ്ടാണ് ഈ വാറിനെ വേൾഡ് വാർ എന്ന് പറയുന്നത്. വേൾഡിലെ എല്ലാവരും തന്നെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ വാർ ബിറ്റ്വീൻ 14 and 18. ഓക്കെ, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. സോ ഇറ്റ് വാസ് നോൺ ആസ് വേൾഡ് വാർ. ഓക്കെ, വാട്ട് വേർ ദ റീസൺസ് ഫോർ ഫസ്റ്റ് വേൾഡ് വാർ? ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ റീസൺസ് എന്തൊക്കെയായിരുന്നു? ഓക്കെ, 4 reasons: imperialist rivalry, extreme nationalism, formation of military alliances, the assassination of the crown prince of Austria by a Serbian nationalist. ഈ 4 റീസൺസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതിനെ ഒന്ന് ബ്രീഫായിട്ട് ഇപ്പോൾ ഒന്ന് കാണാം. ഇമ്പീരിയലിസ്റ്റ് റൈവൽറി എന്താണ് അതിൻ്റെ മലയാളം വേർഡ്? ഇമ്പീരിയലിസ്റ്റ് നേഷൻസ്, അതായത് സാമ്രാജ്യത്വ ശക്തികൾ, യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുണ്ടായിരുന്ന റൈവൽറി മീൻസ് നമ്മളുള്ള ശത്രുത, അവർക്ക് തമ്മിലുണ്ടായ ശത്രുത. ഏത് കാര്യത്തിൽ അവർക്ക് ശത്രുത ഉണ്ടായെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. കോളനികൾ സ്ഥാപിക്കുന്ന കാര്യത്തിലാണ് അവർ തമ്മിൽ കോമ്പറ്റീഷനും ശത്രുതയും ഉണ്ടായത്. സോ ഇമ്പീരിയലിസ്റ്റ് റൈവൽറി, അവരുടെ ശത്രുത, അതാണ് വേൾഡ് വാർ ഉണ്ടാകാനുള്ള ഫസ്റ്റ് റീസൺ. ദെൻ എക്സ്ട്രീം നാഷണലിസം എന്താണ്? ഒരു വ്യക്തിക്ക് അയാളുടെ രാജ്യത്തോടുള്ള കൂറ്, അദ്ദേഹത്തിൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം, ദ ലവ് ആൻഡ് അഫെക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ സിറ്റിസൺ ടു ഹിസ് ഓൺ ഓർ ഹെയർ ഓൺ കൺട്രി, ദാറ്റ് ഈസ് നാഷണലിസം. ലവ് ആൻഡ് അഫെക്ഷൻ ഓഫ് വൺസ് ഓൺ കൺട്രി ഈസ് കോൾഡ് നാഷണലിസം. ബട്ട് വാട്ട് ഈസ് ദിസ് എക്സ്ട്രീം നാഷണലിസം? നാഷണലിസം അങ്ങ് കൂടിക്കഴിയുമ്പോൾ, അതങ്ങ് വർദ്ധിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബാഡ് എഫക്റ്റാണ് എക്സ്ട്രീം നാഷണലിസം. മനസ്സിലായോ? നമുക്കാർക്കും എക്സ്ട്രീം നാഷണലിസത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്തുമാത്രം മതി? നാഷണലിസം മതി. നമ്മുടെ രാജ്യത്തോട് സ്നേഹവും കൂറും ഒക്കെ മാത്രം മതി. അതങ്ങ് എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ മറ്റ് രാജ്യങ്ങളെ വെറുക്കാൻ തുടങ്ങും, അല്ലേ? നമ്മൾ മറ്റുള്ളവരെ വെറുക്കുകയും നമ്മുടെ രാജ്യത്തെ അമിതമായിട്ടങ്ങ് സ്നേഹിക്കുകയും മറ്റുള്ളവരെ വെറുക്കുകയും ചെയ്യും. ഇപ്പം ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഇന്ത്യൻ സിറ്റിസണെ നാഷണലിസം അങ്ങോട്ട് എക്സ്ട്രീം ആയാൽ എന്ത് സംഭവിക്കും? അയാൾ പാകിസ്ഥാനെ വെറുക്കും, അയാൾ അഫ്ഗാനിസ്ഥാനെ വെറുക്കും, അദ്ദേഹം നേപ്പാളിനെ വെറുക്കും, നമുക്ക് വേറെ ആരും വേണ്ടെന്ന് വിചാരിക്കും, അല്ലേ? അപ്പോൾ ആ ഒരു എക്സ്ട്രീം നാഷണലിസത്തിലേക്ക് അന്ന് കാലത്ത് ഓരോ രാജ്യവും പോയി. സോ അതൊരു രാജ്യത്തിന് ദോഷം ചെയ്തു. എന്തായി മാറി? അതൊരു വേൾഡ് വാറായിട്ട് മാറി. Okay, extreme nationalism is the second reason for the first world war. Then formation of military alliances. അന്ന് കാലത്ത് ഓരോ രാജ്യവും മറ്റ് രാജ്യങ്ങളെ എന്ത് കണ്ടു? റൈവൽസ് ആയിട്ടാണ് കാണുന്നത്. സോ അവരെന്ത് ചെയ്തു? അവർ കുറച്ച് രാജ്യങ്ങളെ കൂട്ടി മിലിറ്ററി അലയൻസസ് ഉണ്ടാക്കി. എന്താണ് മിലിറ്ററി അലയൻസ്? സൈനിക സഖ്യങ്ങൾ ഉണ്ടാക്കി. നമുക്ക് പഠിക്കാം ഏതൊക്കെയാണ് സൈനിക സഖ്യമെന്ന്. ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പരസ്പരം സംശയമാകും, അല്ലേ? ആയുധങ്ങൾ മേടിച്ചു കൂട്ടും. അങ്ങനെ മിലിറ്ററി അലയൻസ് അവസാനം എന്തായിട്ട് മാറും? ഒരു വാറായിട്ട് മാറും. സോ ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസസ്. തേർഡ് റീസൺ ഫോർ ഫസ്റ്റ് വേൾഡ് വാർ, ദ അസാസിനേഷൻ ഓഫ് ദ ക്രൗൺ പ്രിൻസ് ഓഫ് ഓസ്ട്രിയ ബൈ എ സെർബിയൻ നാഷണലിസ്റ്റ്. ദിസ് ഈസ് ദ സഡൻ റീസൺ. പെട്ടെന്നുണ്ടായ കാരണം അതാ. ഇങ്ങനൊരു റൈവൽറി ഉണ്ടായിരുന്നു, എക്സ്ട്രീം നാഷണലിസം ഉണ്ടായിരുന്നു, മിലിറ്ററി അലയൻസുകൾ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ
പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക്, ഒരു ഡിക്ലറേഷൻ ഓഫ് യുദ്ധത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്നോ? ഈ അസാസിനേഷനാണ്. അതിനെ നമുക്ക് എന്ത് പറയാം? സഡൻ റീസൺ എന്ന് പറയാം. പെട്ടെന്നുണ്ടായ കാരണം, സഡൻ റീസൺ. ദ അസാസിനേഷൻ ഓഫ് ക്രൗൺ പ്രിൻസ് ഓഫ് ഓസ്ട്രിയ. നമുക്കറിയാം അന്നത്തെ ഒരു രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളായിരുന്നു ഓസ്ട്രിയയും സെർബിയയും. ഇത് രണ്ടും എവിടെയുള്ള രാജ്യങ്ങളാണ്? യൂറോപ്പിലെ രണ്ട് കൊച്ചു രാജ്യങ്ങളാണ് ഓസ്ട്രിയ, സെർബിയ. അപ്പോൾ സെർബിയയും ഓസ്ട്രിയയും രണ്ട് മിലിറ്ററി അലയൻസിലായിരുന്നു. അവർ രണ്ടും രണ്ട് റൈവൽസ് ആയിരുന്നു. അവർ രണ്ടും രണ്ട് ശത്രുക്കളായിരുന്നു. അപ്പോൾ ഒരു ഓസ്ട്രിയയുടെ കിരീടാവകാശിയെ ഒരു സെർബിയൻ നാഷണലിസ്റ്റ് കൊന്നു. അത് വലിയ പ്രശ്നമായിട്ട് മാറി. ഓക്കെ, അവർ തമ്മിൽ എന്തായിരുന്നു? അവർ തമ്മിൽ എനിമീസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ അസാസിനേഷൻ വലിയ പ്രശ്നമുണ്ടാക്കി. ദ അസാസിനേഷൻ ഓഫ് ദ ക്രൗൺ പ്രിൻസ് ഓഫ് ഓസ്ട്രിയ ബൈ എ സെർബിയൻ നാഷണലിസ്റ്റ്. ദീസ് വെയർ ദ റീസൺസ് ഫോർ ഫസ്റ്റ് വേൾഡ് വാർ. ഇതങ്ങ് പഠിച്ചോണേ. നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കാം. വാട്ട് ഈസ് എക്സ്ട്രീം നാഷണലിസം? ഗീവ് എക്സാമ്പിൾ ഫോർ എക്സ്ട്രീം നാഷണൽ മൂവ്മെൻറ്റ്സ്. എന്താണ് എക്സ്ട്രീം നാഷണലിസം? നമ്മളിവിടെ കണ്ടു ഒരു റീസൺ അല്ലേ. എക്സ്ട്രീം ഇമ്പീരിയലിസ്റ്റ് റൈവലറി എന്തുകൊണ്ടാണ് പഠിപ്പിക്കാത്തത്? ഇമ്പീരിയലിസ്റ്റ് റൈവലറി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇമ്പീരിയൽ നേഷൻസ് കോളനികൾ സ്ഥാപിക്കാൻ വേണ്ടി ദേ കമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. ന്യൂ നേഷൻസ് കമ്പീറ്റ് വിത്ത് ഓൾഡ് നേഷൻസ്. വിച്ച് വെയർ ദ ഓൾഡ് നേഷൻസ്? ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ് വെയർ ദ ഓൾഡ് വൺ. ജർമ്മനി, ഇറ്റലി, ബെൽജിയം, USA and Japan were the new one. So they compete with each other for establishing colonies in Asia, Africa and America. ഇതൊക്കെയാണ് ഇമ്പീരിയലിസ്റ്റ് റൈവലറി. അപ്പോൾ അത് ഞാനങ്ങ് വിട്ട് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഏതാണ് പറയേണ്ടത്? എക്സ്ട്രീം നാഷണലിസം. അപ്പോൾ നമുക്ക് അതിലേക്കാണ് വരുന്നത്. വാട്ട് ഈസ് എക്സ്ട്രീം നാഷണലിസം? ഗീവ് എക്സാമ്പിൾ ഫോർ എക്സ്ട്രീം നാഷണൽ മൂവ്മെൻറ്റ്സ്. Extreme nationalism refers to an intense and emotional devotion to one's country. Intense and emotional devotion. ഒരു രാജ്യത്തോടെ ആ രാജ്യത്തെ ആളുകൾക്ക് തോന്നുന്ന വൈകാരികമായ ഡിവോഷൻ അല്ലെ, ഭക്തി, സ്നേഹം. ഇൻറ്റൻസ് എന്നുള്ള വേർഡ് നോക്കിക്കേ, അധികമാകുന്നെന്നാണ് അതിൻ്റെ അർത്ഥം. വേണം കേട്ടോ, ഇതൊക്കെ വേണം. നമുക്ക് നമ്മുടെ രാജ്യത്തോട് ഇമോഷണൽ ഡിവോഷൻ വേണം, നമുക്ക് അവരോട് സ്നേഹം വേണം, നമ്മുടെ രാജ്യത്തോട് ഭക്തി വേണം, കൂറ് വേണം. പക്ഷേ ഇതെന്താണ് പറയുക? എക്സ്ട്രീം നാഷണലിസം റെഫേഴ്സ് ടു ആൻ ഇൻറ്റൻസ് and emotional devotion to one's country. Extreme nationalists often involved in excessive glorification of his country. ഒരു എക്സ്ട്രീം നാഷണലിസ്റ്റിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? എക്സസീവ് ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഹിസ് കൺട്രി. അവൻ്റെ രാജ്യത്തെ അവൻ എപ്പോഴും എക്സസ് ആയിട്ട് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കും, എക്സസ് ആയിട്ട് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. എക്സസീവ്. നമ്മൾ പുകഴ്ത്തി പറയണോ? യെസ്, നോർമലി നമ്മൾ നമ്മുടെ രാജ്യത്തെ പുകഴ്ത്തി തന്നെ പറയണം. ഓക്കെ, അത് നമ്മൾ ചെയ്യണം. അതാണ് നമ്മുടെ രാജ്യത്തോടുള്ള നമ്മുടെ സ്നേഹം. പക്ഷേ എക്സസീവ് ഗ്ലോറിഫിക്കേഷൻ എന്തിൻ്റെ ലക്ഷണമാണ്? എക്സ്ട്രീം നാഷണലിസത്തിൻ്റെ ലക്ഷണമാണ്. എക്സ്ട്രീം നാഷണലിസ്റ്റ് ഓഫൺ ഇൻവോൾവ് ഇൻ എക്സസീവ് ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഹിസ് കൺട്രി. ഇൻറ്റൻസ് ഇമോഷണൽ ഡിവോഷൻ, എക്സസീവ് ഗ്ലോറിഫിക്കേഷൻ. ഈ വേർഡൊക്കെ പഠിച്ചോണം. ഈ വേർഡൊക്കെയാണ് കീവേഡ്സ്. ഇതൊക്കെ ഈ ആൻസറിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ദിസ് അറ്റംപ്റ്റ് ഈസ് ഓഫൺ റിലേറ്റഡ് ടു റേസിസം. ഈ എക്സസീവ് ഗ്ലോറിഫിക്കേഷനും ഇൻറ്റൻസ് ഇമോഷണൽ ഡിവോഷനും ഒരു രാജ്യത്തോടുണ്ടായാൽ അത് എന്തിലേക്ക് കൊണ്ടുപോകും? റേസിസം എന്ന് പറയുന്ന ബാഡ് എഫക്റ്റിലേക്ക് കൊണ്ടുപോകും. എന്താണ് റേസിസം? അതായത് നമ്മൾ പറയുന്നത് എന്താണ്? വർഗീയതയല്ല, അതിന് പറയുന്നത് റേഷ്യൽ കോൺഫ്ലിക്റ്റ്, റേഷ്യൽ വർഗ വ്യത്യാസത്തിലേക്ക് കൊണ്ടുപോകും അല്ലേ. വർഗ വ്യത്യാസം. അതായത് അവർ ആഫ്രിക്കൻസ് ആണ്, അവർ നിഗ്രിറ്റോസ് ആണ്, നീഗ്രോസ് ആണ്, നമ്മൾ ആര്യൻസ് ആണ്, അങ്ങനെയൊക്കെ പറയുന്നതിനാണ് പറയുക റേസിസം. അതായത് ഞങ്ങൾ ഉയർന്ന വർഗ്ഗക്കാരാണ്, അവർ താണ വർഗ്ഗക്കാരാണ്, ആര്യന്മാരാണ് ഉയർന്നവരെ, അവർ ദ്രവിഡിയൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന മംഗോളിയൻസ് ഓർ ദിസ് ആഫ്രിക്കയിലെ നെഗ്രിറ്റോസ് അവരൊക്കെ താഴ്ന്നവരാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന ആ വർഗ ചേരിതിരിവില്ലേ, അതിന് പറയുന്ന പേരാണ് റേസിസം. അപ്പോൾ നമ്മൾ ഒരു രാജ്യത്തോട് ഭയങ്കര ഫോർ എക്സാമ്പിൾ ജർമ്മൻകാർ ജർമ്മനിയോട് മാത്രമാണ് അവർക്ക് സ്നേഹം. ജർമ്മൻകാരാണ് ആര്യന്മാരെന്ന് അവർ വിശ്വസിക്കുന്നു. അവർ ലോകത്തുള്ള എല്ലാവരെയും വെറുക്കുന്നു. ഇതിനെയാണ് റേസിസം എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഈ എക്സ്ട്രീം നാഷണലിസത്തിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് എന്താണ്? റേസിസം. റേസിസം ശരിയാണോ? നോ. റേസിസം നമ്മളെ എന്തിലേക്ക് കൊണ്ടുപോകും? വാറിലേക്ക് കൊണ്ടുപോകും. ദിസ് കോൺസെപ്റ്റ് ഈസ് ഓഫൺ റിലേറ്റഡ് ടു റേസിസം. ഇനി എന്തൊക്കെയാണ് ഈ എക്സ്ട്രീം നാഷണൽ മൂവ്മെൻറ്റ്സ്? ഏതൊക്കെയാണ്? രണ്ട് മൂവ്മെൻറ്റ്സിൻ്റെ പേര് പറയാം. പാൻ സ്ലാവ് മൂവ്മെൻറ്റ് ആൻഡ് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്. വാട്ട് ഈസ് ദിസ് പാൻ സ്ലാവ് മൂവ്മെൻറ്റ്? പേജ് നമ്പർ 79 നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ വേണ്ടി ഒരു പാൻ സ്ലാവ് മൂവ്മെൻറ്റിനെ പറ്റിയും പാൻ ജർമ്മൻ മൂവ്മെൻറ്റിനെ പറ്റിയും രണ്ട് കോളം തന്നിട്ടുണ്ട്. അതൊന്ന് വായിച്ച് നോക്കിക്കോണേ. പാൻ സ്ലാവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ സെർബിയയിലെ
ഈ സ്ലാവ് വർഗ്ഗക്കാരെ, സ്ലാവ് എന്ന് പറയുന്ന ഒരു വംശമുണ്ട്. ഈ സ്ലാവ് വംശക്കാര് സെർബിയയിൽ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സ്വയംഭരണം വേണം, സ്ലാവ് വംശക്കാർക്ക് സ്വയംഭരണം വേണം, അവരെ ഭരിക്കാൻ വേറെ ആരും വരണ്ട, ഞങ്ങൾ വളരെ ടോപ്പ് ആൾക്കാരാണെന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു, സ്ലാവ് വംശജരെ. അവരുണ്ടാക്കിയ ഒരു മൂവ്മെൻ്റാണ് പാൻ സ്ലാവ് മൂവ്മെൻറ്റ്. ഇതൊരു തീവ്രവാദ മൂവ്മെൻ്റ് ആയിരുന്നു. അവർക്ക് മറ്റു വർഗ്ഗക്കാരെ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അവരാരെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ, ഈ സ്ലാവ് എന്ന് പറയുന്ന വംശത്തെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ഇതിനെ സപ്പോർട്ട് ചെയ്ത ഒരു രാജ്യമാണ് അന്നത്തെ ഒരു വലിയ രാജ്യം റഷ്യ. അപ്പോൾ സെർബിയയിലുണ്ടായ ഒരു മൂവ്മെൻ്റാണ് പാൻ സ്ലാവ് മൂവ്മെൻറ്റ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ അന്നത്തെ റഷ്യ ഉണ്ടായിരുന്നു. ഇനി എന്താണ് ഈ പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്? ജർമ്മൻകാരാണ് ആര്യന്മാരെന്നും ജർമ്മനിയാണ് ലോകത്തെ ഭരിക്കേണ്ടതെന്നും വിചാരിക്കുന്ന ജർമ്മനിയിലെ ഒരു എക്സ്ട്രീം തീവ്ര മൂവ്മെൻ്റ് ആയിരുന്നു പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്. ഇത് രണ്ടും നമ്മൾ എന്തിന് എക്സാമ്പിളായിട്ട് പറയുന്നു? എക്സ്ട്രീം നാഷണലിസത്തിൻ്റെ, അതിന് എക്സ്ട്രീം നാഷണൽ മൂവ്മെൻറ്റ്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് പാൻ സ്ലാവ് മൂവ്മെൻറ്റും പാൻ ജർമ്മൻ മൂവ്മെൻറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. മിലിറ്ററി അലയൻസസ്, അടുത്ത ഒരു റീസൺ നമ്മൾ പറയുന്നു. ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മിലിറ്ററി അലയൻസസ് വാസ് ദ തേർഡ് റീസൺ ഫോർ ഫസ്റ്റ് വേൾഡ് വാർ. വിച്ച് വെയർ ദ മിലിറ്ററി അലയൻസസ് ഇൻ ഫസ്റ്റ് വേൾഡ് വാർ? ട്രിപ്പിൾ അലയൻസ് ആൻഡ് ട്രിപ്പിൾ എൻഡേ അല്ലേ, ഓൺഡേ എന്നാണ് വായിക്കുന്നത്, ഓൺഡേ. ട്രിപ്പിൾ അലയൻസ് ആൻഡ് ട്രിപ്പിൾ ആൺഡേ വെയർ ദ ടു മിലിറ്ററി അലയൻസസ് ഇൻ ഫസ്റ്റ് വേൾഡ് വാർ. ട്രിപ്പിൾ അലയൻസ് ഉണ്ടാക്കിയ രാജ്യങ്ങൾ ആരൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി. ഓസ്ട്രിയ ഹംഗറി എന്ന് എന്തുകൊണ്ടാണ് ഒന്നിച്ചെഴുതിയേക്കുന്നതെന്നോ? ആ രണ്ട് രാജ്യങ്ങൾ രണ്ടല്ലായിരുന്നു, അവർ ഒന്നിച്ചായിരുന്നു നിൽക്കുന്നത്. പക്ഷേ രണ്ടുപേരുടെയും പേര് നമ്മൾ പറഞ്ഞിരിക്കണം. ഓസ്ട്രിയ എന്ന് മാത്രം പറഞ്ഞാൽ ഹംഗറിക്ക് ഇഷ്ടപ്പെടുകയില്ല, ഹംഗറി എന്ന് പറഞ്ഞാൽ ഓസ്ട്രിയയ്ക്ക് ഇഷ്ടപ്പെടുകയില്ല. സോ അന്നത്തെ കാലത്ത് അവരെ വിളിക്കുന്നത് എങ്ങനെയായിരുന്നു? ഓസ്ട്രിയ ഹംഗറി എന്നായിരുന്നു അവരെ വിളിക്കുന്നത്. അപ്പോൾ ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്ന ഒരു മിലിറ്ററി അലയൻസ് ജർമ്മനി ഉണ്ടാക്കി. അവരുടെ കൂടെ ചേർന്ന രാജ്യങ്ങൾ ആരൊക്കെയായിരുന്നു? ഇറ്റലിയും ഓസ്ട്രിയ ഹംഗറിയും. ട്രിപ്പിൾ ഓൺഡേ എന്ന പേരിൽ മറ്റൊരു അലയൻസ് ഇംഗ്ലണ്ട് ഉണ്ടാക്കി. അവരുടെ കൂടെ ചേർന്ന ആരൊക്കെയായിരുന്നു? ഇംഗ്ലണ്ട്, റഷ്യ ആൻഡ് ഫ്രാൻസ്. ഇംഗ്ലണ്ട്, റഷ്യ ആൻഡ് ഫ്രാൻസ്. ദേ ഫോം അനദർ മിലിറ്ററി അലയൻസ്. ഇത് പഠിച്ചോണം.